ഹായ് എവരിവൺ. പേപ്പർ 1 ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ ഒരു 30 ഡേയ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടൈം ഷെഡ്യൂളും ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ വീഡിയോയും കാണുക. വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. ആദ്യം നമ്മുടെ ഫ്രീ പേപ്പർ 1 കോച്ചിങ്ങിനെ പറ്റി പറയാം. 10 യൂണിറ്റുകളും കവർ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് വീഡിയോ ക്ലാസ്സുകളും ഫ്രീ മോക്ക് ടെസ്റ്റുകളും അടക്കുന്ന ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പ് വഴിയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് പരീക്ഷയ്ക്ക് മുൻപേ തന്നെ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിലെ മാരത്തണൊക്കെ ഒരു ഫൈനൽ റൗണ്ട് റിവിഷന് വേണ്ടിയിട്ട് I+ഉം സംഘടിപ്പിക്കുന്നുണ്ടാവുമെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് നീണ്ട കാലത്തെ പ്രിപ്പറേഷനാണ് നെറ്റിന് വേണ്ടതെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വർഷം ഈ ഒരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ 999 എന്നുള്ള വളരെ ചെറിയ ഒരു ഫീസിൽ DI ആണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എങ്കിൽ അതിൻ്റെ മാസ്റ്റർ ക്ലാസ്സും അതോടൊപ്പം തന്നെ AIMJRF ടെസ്റ്റ് സീരീസും അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ നോക്കി തന്നെ മനസ്സിലാക്കാം. 10,000-ലധികം ചോദ്യങ്ങളാണ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 2024 റീ എക്സാമും ജൂണിൽ നടന്ന ജൂൺ സൈക്കിളിലെ എക്സാമുകളുടെ ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസും അടക്കം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതുകൂടി ചെക്കൗട്ട് ചെയ്യാം. ഇനിയും നമ്മുടെ 30 ഡേയ്സ് സ്റ്റഡി പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം റെഗുലറായിട്ട് പഠിക്കേണ്ട ഒരു പ്രിപ്പറേഷൻ ജേർണിയുള്ള പരീക്ഷയാണ് നെറ്റ്. എങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഒരു പഠനത്തിൻ്റെ ഒരു ഭാഗം സെൽഫ് സ്റ്റഡിയിലൂടെയും മുൻപത്തെ അറ്റംപ്റ്റുകളിലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ഒരു മാസവും എഫിഷ്യൻ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം ഒരു 6 മന്ത്സ് റെഗുലർ സ്റ്റഡി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും സെൻറ്ററുകളിൽ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷും എക്കണോമിക്സും കൊമേഴ്സൊക്കെ സബ്ജക്റ്റുകൾ പേപ്പർ 1 അവൈലബിൾ ആണ്. അതിൻ്റെ എൻക്വയറികളും നിങ്ങൾക്ക് താഴെ നമ്പറുകളിൽ നടത്താം. ഇനിയും നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. കാര്യം ഈ അനാലിസിസ് ഇല്ലാതെ ഒരു പ്ലാൻ കൊണ്ടും കാര്യമില്ല. അതിന് നമ്മുടെ AIMJRF ടെസ്റ്റ് സീരീസിന്റെ ഫ്രീ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ 1-2 എടുത്തു നോക്കുക. അതിൽ ഏറ്റവും വീക്കായിട്ടുള്ള യൂണിറ്റുകൾക്ക് വേണ്ടി ഈ 30 ദിവസത്തിന്റെ പകുതി ഭാഗം 15 ദിവസം മാറ്റിവെക്കുക. മൂന്നാമതായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഏരിയകളുടെ റിവിഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി 10 ദിവസം മാറ്റിവെക്കുക. ഈ ഏത് യൂണിറ്റ് എത്ര ദിവസം പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം എന്നെനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. കാര്യം ഓരോ വിദ്യാർത്ഥിയും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേപ്പബിലിറ്റികളും അറിവും അവരുടെ സ്റ്റഡി സ്ട്രാറ്റജികളും ഒക്കെ ഉള്ള മനുഷ്യരാണ്. അപ്പോൾ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് ആദ്യത്തെ 15 ദിവസം വീക്ക് ഏരിയകൾ പഠിക്കാൻ ഡെഫിനറ്റ് ആയിട്ട് മാറ്റിവെക്കുക. 5 യൂണിറ്റോ 3 യൂണിറ്റോ 4 യൂണിറ്റോ ആണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈമിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ബാക്കി 10 ദിവസം കൊണ്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങളുടെ റിവിഷൻ നടത്തേണ്ട സമയമാണ്. ലാസ്റ്റ് 5 ഡേയ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുക. കാര്യം പരീക്ഷാ ഹാളിൽ ചെന്ന് നിങ്ങൾ പഠിച്ച ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ട് ചോദ്യം കണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലുള്ളൊരു വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സിനാരിയോയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും ആവർത്തിച്ച് പഠിക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ചോദ്യം ഏത് പാറ്റേണിൽ വരുന്നോ നെറ്റിന് അതേപോലെ CBT മോഡിൽ തന്നെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. ആ രീതിയിൽ നല്ലൊരു റിവിഷൻ നടത്തി കൂടി പോയി കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരിക്കും എന്ന് ഞാൻ അഷ്വറൻസ് തരുന്നു. ഈ രീതിയിൽ നന്നായിട്ട് പഠിച്ച് JRFലേക്കും നെറ്റിലേക്കും PhDക്കുള്ള ക്വാളിഫിക്കേഷനും ഒക്കെ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.